പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നാം ആഗമന കാലത്തേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ 25 നോയമ്പ് എന്ന് പറയും. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഒരു സമയം. ഇതൊരു പ്രത്യാശയുടെ കാലമാണ്. നമുക്കറിയാം, ഇന്ന് ഏറെ നിരാശയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യൻ കടന്നുപോകുന്നത്. ഈ ക്രിസ്മസിന്റെ ഒരുക്കവും ക്രിസ്മസും നമുക്ക് ഈ വർഷം ഒരു വലിയ പ്രത്യാശയുടെ സമയം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. ആദ്യമേ എനിക്ക് തരുവാനുള്ള സന്ദേശം ഇതാണ്: നമ്മുടെ ആന്തരികത തുറന്ന് ഒരു പുൽക്കൂട്ടാക്കി, മാതാവിന്റെ ഗർഭപാത്രമാക്കി അവിടെ യേശുവിനെ സ്വീകരിക്കണം. നമുക്കറിയാം, യേശുവിന്റെ ഗർഭപാത്രത്തിൽ വചനം, പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ മാംസമായി. ഇത് നിങ്ങളിലും എന്നിലും സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസിന്റെ അർത്ഥം. നമുക്കറിയാം, യേശുവിന്റെ 2025 കൊല്ലം മുമ്പുള്ള വരവ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. നമുക്ക് ആഘോഷിക്കാം. പടക്കം പൊട്ടിച്ചും നല്ല ആഹാരം കഴിച്ചും പുൽക്കൂടുണ്ടാക്കിയും എല്ലാം ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നമുക്ക് ആഘോഷിക്കാം. എന്നാൽ അതിൽ പരമായിട്ട് ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടത് അവിടുത്തെ രണ്ടാമത്തെ വരവിനു വേണ്ടിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇതാണ് ഈ സന്ദേശത്തിന്റെ കാതലായ ഭാഗം. നമുക്കറിയാം, ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 31 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ മനുഷ്യാവതാരത്തെപ്പറ്റി, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പറഞ്ഞാൽ ജീസസ്, പാപം മോചിക്കുന്ന ആ രക്ഷകൻ, മെസ്സയ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന് രാജ്യത്തിന് അവസാനമുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, റോമാക്കാരുടെയും അതുപോലെ യൂതന്മാരുടെ തന്നെ നേതാക്കന്മാരുടെയും വിദേശികളുടെയും കയ്യേറ്റം മൂലം ഏറെ സഹനങ്ങൾ സഹിച്ച ദൈവജനങ്ങൾ കാത്തിരുന്നു. ദൈവജനം കാത്തിരുന്നു യേശുവിന്റെ വരവിനായി. അവൻ വന്നു. എന്നാൽ വന്നപ്പോൾ അവർ ഹൃദയം തുറന്നില്ല, സത്രങ്ങൾ തുറന്നില്ല, സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വരവിലും കർത്താവ് ഈ ഉദ്ദേശത്തോടുകൂടിയാണ് വരുന്നത്, ദൈവരാജ്യം സംസ്ഥാപിതമാക്കുവാൻ. 1 കൊരിന്ത്യർ 15:24 നമ്മൾ വായിക്കുന്നത് പോലെ, യേശുവിന് ഉള്ളവരെ ഒന്നിച്ചുകൂട്ടി പിതാവിനർപ്പിക്കും. അപ്പോൾ രാജ്യം, അത് സമർപ്പണമാണ് നടക്കുന്നത്. പ്രിയമുള്ളവർ, രണ്ടാമത്തെ ഈ വരവിനും രാജ്യസ്ഥാപനത്തിനും വേണ്ടിയാണ് ഇക്കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടിലും ഒരേ ലക്ഷ്യമാണ്. ഒന്നാമത്തെ വരവ് എന്തിനായിരുന്നു? യേശു നമ്മളെ സ്വന്തമാക്കാൻ. 1 യോഹന്നാൻ അധ്യായം 5, 11, 12 പറയുന്ന പോലെ ദൈവരാജ്യം യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ ദൈവരാജ്യം സ്വന്തമാക്കുന്നു. എന്നാൽ ഇന്ന് ഈ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഹൃദയം തുറന്ന് അവനെ സ്വീകരിച്ച് അവന്റെ രാജ്യത്തിലെ അംഗങ്ങളായിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം ഇവിടെ കിടക്കുകയാണ്. ഇനിയും നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ലൂക്കാ എഴുതിയ സുവിശേഷത്തിന്റെ തന്നെ 21 അധ്യായത്തിൽ ചില കാര്യങ്ങൾ ലോകാവസാനത്തെപ്പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. 21 അധ്യായം ലൂക്കാ എഴുതിയ സുവിശേഷം 5 മുതൽ ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അതിനുശേഷം, അതായത് ഈ ഭൗമികമായിട്ടുള്ള പള്ളിയും ബസിലിക്കകളും എല്ലാം തകരുന്ന കാലം വരുന്നു. അതിനുശേഷം ലോകാവസാനത്തെ പറ്റിയുള്ള കുറെ അടയാളങ്ങൾ കർത്താവ് പറയുന്നു. ഇനിയും അതിനുശേഷം ആ അധ്യായത്തിൽ തന്നെ
അത് നമ്മൾ വായിക്കുന്നു 16 മുതൽ വചനങ്ങൾ. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം നിങ്ങൾ എല്ലാവരും ദൂഷിക്കപ്പെടും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ ജീവനെ നേടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ക്രിസ്മസ് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ആഗമനകാലത്ത്, രണ്ടാമത്തെ കർത്താവിന്റെ ആഗമനകാലത്ത് നോക്കിപ്പാർത്തിരിക്കുന്ന നമ്മൾ അത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ആണ് എന്ന് എനിക്ക് അത് തോന്നിപ്പോകുന്നു. ഇനി പറയാൻ 28-ാം വചനം, ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിമോചനം, ഇന്നേറെ അടിമത്തം നമുക്കുണ്ട്. നമുക്കറിയാം, ലക്ഷാധിപതികളുടെയും കോടാധിപതികളുടെയൊക്കെ ഭരണത്തിന് കീഴിൽ, ഒരു മുന്തിയവരുടെ കീഴിൽ നമ്മളൊക്കെ അഴിമതിയും അനീതിയും സഹിച്ചു കഴിയുന്ന ഒരു കാലഘട്ടം. അന്ന് യൂതന്മാര്, തെരഞ്ഞെടുക്കപ്പെട്ട ജനം സഹിച്ചതുപോലെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ഈ കാലഘട്ടത്തിൽ വേദനയിലൂടെ കടന്നുപോകുന്നു, ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്നു. കർത്താവ് പറയാണ്, ശിരസ്സുയർത്തി നിങ്ങളുടെ വിമോചനത്തിന് വേണ്ടി കാത്തിരിക്കൂ. എന്നിട്ട് അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എങ്ങനെയാണ് ആ ശിരസ്സുയർത്തൽ? 34-35 വചനം, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പറയാണ്, മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് കിട്ടാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവൻ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കണം. യേശുവിന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പ്. അപ്പൊ ഈ സുഖലോലുപത, ലൗകികമായതൊക്കെ വെടിഞ്ഞുകൊണ്ടൊരു ജീവിതം. എന്നിട്ട് കർത്താവ് പറയുന്നൊരു ഭാഗം, നിങ്ങൾ ഈ ജനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ നമ്മൾ, തെരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തമായ നമ്മൾ, ദൈവത്തിന്റെ രാജകീയ പുരോഹിതരായ നമ്മൾ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു, വ്യർത്ഥമായവയെ ആരാധിക്കുന്നു. നമ്മൾ വായിക്കുന്നു മത്തായി 15-ാം അധ്യായം 8-9. ഓരോ വചനങ്ങളും ധ്യാനിക്കണം. ഹൃദയം അകലെയാണ്. ഹൃദയം മുഴുവൻ ലൗകികായതയിലാണ് ഇന്ന് നിലകൊണ്ടിരിക്കുന്നത്. ഒത്തിരി മാനുഷിക പ്രമാണങ്ങൾ മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദൈവപ്രമാണങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നതെന്താണ്? വ്യർത്ഥമായി ആരാധിക്കുന്നു. നമ്മൾ ഓർക്കണമേ, കർത്താവായ യേശു ആഗ്രഹിക്കുന്നത് എന്താണ്, എപ്രകാരമുള്ള ഒരു ആരാധനയാണ് എന്ന് നമ്മൾ അത് ചിന്തിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ ഓർക്കണമേ. യഥാർത്ഥ 23 മുതൽ വചനങ്ങൾ. യോഹന്നാൻ 4:23. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെ ആണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അങ്ങനെ ഒരു ജനതയെ കർത്താവ് ഇപ്പോൾ ഉരുവാക്കുകയാണ്, വാർത്തെടുക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സത്യത്തില്, നീതിയില് ഒക്കെ നിലനിന്നുകൊണ്ട് ആത്മാവായ ദൈവത്തെ, അഥവാ ആത്മാവിലൂടെ ത്രിത്വത്തെ കണ്ടുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നവ. അതായത് ഈ വലിയ കൊട്ടും വെടിയും പ്രദർശനവും രൂപം എഴുന്നള്ളിക്കും കഴിഞ്ഞിക്കലും തുലാഭാരം ഇങ്ങനെയൊക്കെ പുറമേയുള്ള ധാരാളം വ്യർത്ഥമായ ആരാധനകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ യഥാർത്ഥ ആരാധന കൊടുക്കണം. അപ്പോൾ കർത്താവായ യേശു നമ്മോട് പറയുന്ന വേറൊരു ഭാഗം നമുക്ക് വായിക്കാൻ സാധിക്കും. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 ആണ്. ഫിലിപ്പിയർ അധ്യായം 3 വചനം 3. ഞാനിത് വായിക്കാൻ നിങ്ങളോട്. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ.
ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. ഹല്ലേലൂയ. ഈ പറഞ്ഞ ജഡിക ആശകളൊക്കെയാണ് മുമ്പേ പറഞ്ഞത്. അതിൽ ആശ്രയം വയ്ക്കാതെ കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവിൽ അഭിമാനം കൊണ്ട്, പൗലോസ് പലപ്പോഴും പറയുവായിരുന്നു, ഞാൻ എപ്പോഴും എന്റെ കർത്താവിൽ അഭിമാനം കൊള്ളുന്നുവെന്ന്. ഈ അഭിമാനമുള്ളവരാണോ നമ്മൾ ആയിരിക്കണം. എന്നിട്ട് യഥാർത്ഥ പരിച്ഛേദിതർ നമ്മളാണ് എന്ന് പറയുന്നു. എന്താണ് ആ പരിച്ഛേദനമെന്നും അത് നമ്മൾ വായിക്കുന്നുണ്ട്. കൊളോസ്യർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ കൊളോസ്യർ അധ്യായം 2 വചനം 11 നമ്മൾ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട്, നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ഹല്ലേലൂയ. ഇതാണ് ജ്ഞാനസ്ഥാനം. ഇതാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ സഭയിലെ ജീവിതം. ഈ പരിച്ഛേദനത്തിന്റെ ക്രമം നമുക്കറിയാം. പരിച്ഛേദനം യഹൂദർ ബാഹ്യമായി ചെയ്ത ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. അഗ്രചർമ്മം മുറിച്ചുള്ള ആ കർമ്മം. അതുപോലെ നമുക്കും മാമോദീസായിൽ വെള്ളമൊഴിക്കലും പൂശലും നടന്ന ഒരു കർമ്മം. എന്നാൽ കർമ്മത്തിന് അതീതമായിട്ട് ഒരു പരിച്ഛേദനം സ്വീകരിച്ച ആത്മാവ്, അത് ആന്തരിക മനുഷ്യൻ. ഈ മനുഷ്യരിലേക്കാണ് പരിശുദ്ധാത്മാവും വചനവും കടന്നു വന്ന് പിറക്കേണ്ടത്. ഓർക്കണം, അങ്ങനെ നമ്മൾ പരിച്ഛേദിതരാണോ? അതുകൊണ്ടാണ് പഴയകാലം മുതൽ ഈ ആഗമന കാലത്ത് നല്ല ഉമിസാരം നടത്തുന്നതൊക്കെ, അല്ലെങ്കിൽ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതുമൊക്കെ അതിനൊക്കെ അർത്ഥമുണ്ടായിരുന്നു ഈ ആന്തരിക പരിച്ഛേദനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ആന്തരിക പരിച്ഛേദനം, ആ മുറിച്ചു കളയേണ്ടതിനെ മുറിച്ചു കളയാം, വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളയാം, നിരപ്പാക്കേണ്ടത് നിരപ്പാക്കാം. അതല്ലേ യോഹന്നാൻ മത്താനാ വിളിച്ചു പറഞ്ഞത്, വഴികൾ നേരെയാക്കുവിൻ. കുന്നുകൾ നിരപ്പാക്കണം, കുഴികൾ നികത്തണം. നമുക്ക് ഒത്തിരി കുന്നും എല്ലാം ഉണ്ട്. അതെല്ലാം ആ പരിവർത്തനെല്ലാം നല്ലതാക്കണം. ഇതാണ് നല്ല കുമ്പസാരം, ഇതാണ് ആന്തരിക സൗഖ്യം, ഇത് ആത്മാവിലുള്ള പുതിയ ജനനം. ഇത് കാത്തിരിക്കണം എന്ന് കർത്താവ് ഈശോ നമ്മോട് ഈ ഗഡുവിൽ പ്രത്യേകമായിട്ട് ആജ്ഞാപിക്കുകയാണ്, പറയുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് ലേഖനത്തിൽ അധ്യായം 2:28 മുതൽ, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. ഞാൻ ഒന്ന് തിരുത്തി പറഞ്ഞോട്ടെ, ബാഹ്യമായി ക്രിസ്ത്യാനി ആയിരിക്കുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികവുമല്ല, ആന്തരികമായി ക്രിസ്ത്യാനി ആയിരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവരായ യഹൂദരോട് പറഞ്ഞ വാക്കുകൾ. ആദ്യത്തെ ക്രിസ്ത്യാനികൾ യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു, നമുക്കറിയാം. അവരെ പരിച്ഛേദനത്തിന് വേണ്ടി വാദിക്കുന്നവരുമായിരുന്നു. ഈ ബാഹ്യ അടയാളം വേണം. കർത്താവ് അതിനതീതമായിട്ട് ഈ വചനത്തിലൂടെ പറയുകയാണ്, ആന്തരിക പരിച്ഛേദനം ഉണ്ടാവണം. ഇല്ല എങ്കിൽ അത് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കൂടി കർത്താവ് പറയുന്നുണ്ട്. ഈ ശുദ്ധീകരണം നടത്തിയില്ല എങ്കിൽ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മത്തായി 21:12 കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്ന് വിശുദ്ധീകരിച്ചു, ശുദ്ധീകരണം നടത്തി. അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ആലയം വിശുദ്ധീകരിക്കപ്പെടണം. എന്നിട്ട് നമ്മൾ അവിടെ യേശുവിനെ രാജാവായി സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായിട്ടും മാറണം. ഞാൻ പറഞ്ഞ ബാഹ്യമായ ഒന്നും വേണ്ടെന്നല്ല. എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും അതിൽ കൂടുതൽ പ്രാധാന്യം ആധ്യാത്മികമായ ആ ജീവിതമാണ്. ആധ്യാത്മിക പരിച്ഛേദനവും കർത്താവിനെ സ്വീകരിക്കലും. അവിടെ യേശുക്രിസ്തുവിനെ കർത്താവായി പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി, നാഥനായി, കേന്ദ്രമായി, എല്ലാമായി, രാജാവായി പൂജിക്കുവിൻ. അത് ചെയ്തില്ല എങ്കിൽ, അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ രാജ്യത്തിലെ അംഗമാകുന്നത്. ഈ ലോകത്തിൽ ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. മത്തായി 21:13. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ മത്തായി 22 നമ്മൾ വായിക്കുന്നത് പോലെ, ക്ഷണിക്കപ്പെട്ടവർ ഉണ്ണുകയില്ല, ക്ഷണിക്കപ്പെട്ടവർ വിരുന്നിൽ പങ്കാളികളാവില്ല. അവർക്ക് ബിസിനസ്സാണ്, ലൗകിക കാര്യങ്ങൾ, പണം, പ്രതാപം, ഇങ്ങേയറ്റം കരിസ്മാറ്റിക്കുകൾക്ക് പോലും
അച്ഛന്മാർക്ക് പോലും തെരഞ്ഞെടുക്കപ്പെട്ട പോലും ശക്ത, പണം, പ്രതാപം ഇതെല്ലാമാണ്. പറയാണ് നേരമില്ല, ബിസിയാണ്, തിരക്കാണ്. എന്നിട്ട് പറയാണ് ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? കർത്താവ് പറഞ്ഞു, വഴിവെക്കലും അവിടെ ഇവിടെയുള്ളതെല്ലാം വിളിച്ചോണ്ട് വരൂ. അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. ഹോൾ നിറഞ്ഞു. നിശ്ചയമായിട്ടും കർത്താവിന്റെ രാജ്യം നിറയും. അവിടെ ഒരാൾ മാത്രം വിവാഹ വിരുന്നിന്റെ വസ്ത്രമില്ലാതെ, എന്ന് പറഞ്ഞാൽ വെള്ളവസ്ത്രമില്ലാതെ ഉണ്ടായിരുന്നു. അവനെ പുറത്താക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നതാണ് വെണ്മയുള്ള ഹൃദയം, വിശുദ്ധിയുള്ള ഹൃദയം. അതുകൊണ്ടാണ് അത് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. അത് നമ്മൾ എപ്രകാരം അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന് 1 യോഹന്നാൻ അധ്യായം 3 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലോകം ഇന്ന് യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്നവരെ പിടിപ്പിക്കുന്നത്. ഇനിയും പറയാൻ അടുത്ത വചനത്തിൽ, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവർ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ പരിശുദ്ധനായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ നോയമ്പ് കാലത്ത്, കേരളത്തിൽ നോയമ്പ് കാലം എന്നാണല്ലോ പറയുന്നത്, ഈ ആഗമന കാലത്ത് ചിന്തിക്കേണ്ടതും അത് നമ്മൾ ചെയ്യേണ്ടതും. ജഡത്തിൽ ആശ്രയം വെക്കാതെ ജഡത്തിനുപരിയായി ഈ ജഡിക ആശകളെല്ലാം മാറ്റി ഒരു പുതിയ ജീവിതത്തിലേക്ക് മക്കളെ കടന്നു വരണം. എത്രയെത്ര പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു, എത്രയെത്ര ധ്യാനങ്ങൾ കൂടുന്നു, കൺവെൻഷനുകൾ കൂടുന്നു, ആന്തരികസൗഖ്യം കൂടുന്നു. നമ്മളുടെ ഒരു മാറ്റം വന്നു. ഇപ്പോൾ നമ്മൾ ഈ പുറമേയുള്ള ഈ ആഘോഷങ്ങളും ഈ പുറമേയുള്ള പെരുന്നാളുകളും ചണ്ടയും വെടിയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രദക്ഷിണവുമെല്ലാമായിട്ട് പോകുന്നു. എന്നാൽ ഹൃദയം അകന്നിരിക്കുന്നു. ഹൃദയത്തിൽ യേശുവിനെ സംവഹിക്കാതെ ആ ദൈവ ജീവനിൽ പങ്കാളികളാകാതെ കർത്താവ് പറഞ്ഞത് എന്താണ്? അവന്റെ ദൈവികതയിൽ പങ്കുകാരാക്കുവാൻ 2 പത്രോസ് 1:4 അതുവഴിയായിട്ട് ജഡികാസക്തികളെ കീഴടക്കാൻ. ഇന്നെന്തുകൊണ്ടാണ് ആസക്തികളെ കീഴടക്കാൻ ക്രിസ്ത്യാനിക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഒത്തിരി മദ്യപാനം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, അല്ലെങ്കിൽ അടിമത്തങ്ങൾ, മൊബൈലിന്റെ ആയിരിക്കാം, അശ്ലീലത്തിന്റെ ആയിരിക്കാം. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവീകതയിൽ പങ്കുകാരായിട്ടില്ല. ആർക്കും ക്രിസ്മസ് ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് ആഘോഷമായി മാറിയതല്ലാതെ അത് ക്രിസ്മസ് അനുഭവമായി മാറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവമുള്ള ക്രിസ്മസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അത് ഞാൻ ആശംസിക്കുകയാണ്. ഈ ആഗമനകാലം ഓരോ നിമിഷവും ഓരോ ദിവസവും ഇപ്രകാരം ആത്മാവിലും സത്യത്തിലും കർത്താവിനെ വണങ്ങുന്ന ഒരു ജീവിതത്തിലേക്ക് അത് യേശുവിനെ കണ്ടുമുട്ടിയാൽ സാധിക്കൂ. ഈശോ ഇന്നുമുണ്ട്. ഈശോ എന്തിനാണ് വന്നത്? ഒരു പേര് പറഞ്ഞുകൊണ്ട്, എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ആ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മശോധന നടത്താം. 2 കൊരിന്ത്യർ 13:5 പറയുന്നത് പോലെ, നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്നിൽ യേശു ഉണ്ട് എന്ന് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ കണിശമായും തോറ്റുപോയി. നിന്റെ ഓട്ടപ്പന്തയം വൃഥാവിലാണ്. ഈ ക്രിസ്ത്യ ജീവിതം വൃഥാവിലാണ്. നിന്റെ കൂടെ നിന്റെ സഹനത്തിൽ, നിന്റെ വേദനയിൽ, തിരസ്കരണത്തിൽ എല്ലാം, രോഗത്തിൽ, പട്ടിണിയിൽ എല്ലാം നിന്റെ കൂടെ എമ്മാനുവൽ ഈശോ ഉണ്ട്. ഇല്ലെങ്കിൽ വരുത്തണം. എന്നിട്ട് വേണം തലയുയർത്തി ശിരസ് ഉയർത്തി കാത്തിരിക്കേണ്ടതും അവിടുത്തെ രാജ്യത്തിൽ ആകേണ്ടതും. എപ്പോഴാണ് വിളിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെ ഹൃദയം നിറയെ ഞാൻ പറയും, മറിയത്തിന്റെ ഗർഭപാത്രമായ നമ്മുടെ ആന്തരികതയിൽ ഈശോയെ വഹിച്ചുകൊണ്ടുള്ളവരായി കാണപ്പെടാൻ ഇടയാകട്ടെ. അതിനുള്ള ആന്തരിക ശുദ്ധി ഈ ദിവസങ്ങളിൽ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ഈ ആഗമനകാലത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു. ശിരസ് ഉയർത്തി, അതുപോലെ ആന്തരിക വിശുദ്ധി വരുത്തി, ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കി അവിടെ ആ യേശു ജനിക്കട്ടെ. എമ്മാനുവൽ, കൂടെയുള്ള ദൈവം അനുഭവിക്കാൻ ഇടയാകട്ടെ.
അങ്ങനെ അധര കസർത്തല്ലാതെ പുറമേയുള്ളതല്ലാതെ ഹല്ലേലൂയ വിളിക്കുന്നത് കൊള്ളാം, സ്തോത്രം എന്ന് പറയുന്നത് കൊള്ളാം, പാട്ടുപാടുന്നത് കൊള്ളാം. ഇത് മാത്രമാകാതെ ഇത് ഹൃദയത്തിൽ നിന്ന് വരട്ടെ. ആ ഹൃദയത്തില് ആ ദൈവത്തെ കണ്ടുമുട്ടട്ടെ. യേശു എന്നിലും ഞാൻ യേശുവിലും. അതാണ് ദൈവരാജ്യം. ഇതിന്റെ തുടർച്ചയും അതിന്റെ പൂർണിമയുമാണ് മരണശേഷം ഈ ലോകവാസം വെടിഞ്ഞ ശേഷം. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. കൂടുതൽ പ്രാർത്ഥിക്കൂ മക്കളെ. പരിത്യാഗങ്ങൾ ചെയ്യൂ. ലൗകികമായിട്ട് ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ പരിത്യാഗം. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് അത് പുൽക്കൂട്ടി പറഞ്ഞിങ്ങനെ ഓച്ചാനിച്ച് ഒരു തലയും കുനിച്ച് ആ രൂപത്തെ മുത്തുന്ന അല്ല. അതിനുപരിയായിട്ട് മക്കളെ നമ്മൾ മനസ്സിലാക്കണം, ഏറെയേറെ ഘടകങ്ങൾ നമ്മുടെ ആന്തരികതയിൽ സംഭവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് പുറമേയുള്ള പൂച്ചുകളൊക്കെ ഒന്ന് മാറ്റാം, പുറംമൂടി മാറ്റാം, എന്നിട്ട് അവിടത്തിലേക്ക് തിരിയാം. 2 കൊരിന്ത്യർ അധ്യായം 3:16 മുതൽ പറയുന്നത് പോലെ ആരെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞാൽ മൂടുപടമെല്ലാം മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് ഉരുത്തിരിയും, രൂപാന്തരപ്പെടും. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് ആത്മീയത വിട്ടുകൊടുക്കൂ. അങ്ങനെ ആന്തരിക പരിച്ഛേദനം നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കേൾക്കുമെങ്കിലും ഒരു പക്ഷേ പലരും ചെവി കൊടുത്തൊന്നും വരില്ല. അത് ആന്തരിക ചെവി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ ചെവി ഉള്ളവർ കേൾക്കട്ടെ. ഈ ബാഹ്യമായ ചെവിയല്ല. നിങ്ങൾ ആരും ചെകിടർ അല്ല, എന്നാൽ ആത്മീയമായ ചെകിടരായിരിക്കാം. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു പക്ഷേ നിങ്ങൾ തൊട്ടനുഭവിച്ചിട്ടില്ലാത്ത, മണത്തറിഞ്ഞിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത ആ കർത്താവിനെ അനുഭവിക്കാൻ ഇടവരട്ടെ. അതിനായിട്ട് നിങ്ങളുടെ ആത്മീയത തുറക്കട്ടെ, അന്തരാത്മാവ് തുറക്കപ്പെടട്ടെ, ആന്തരിക മനുഷ്യൻ ഒരുങ്ങട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ ആശീർവദിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ചെറിയ വീഡിയോ കേട്ട ഇവരെ അനുഗ്രഹിക്കൂ. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള 25 ദിവസത്തെ ധ്യാനവും പ്രാർത്ഥനയും വചനവായനയും അതുപോലെ തന്നെ കർത്താവ് മാനസാന്തരവുമെല്ലാം ഫലപ്രദമാവട്ടെ. യഥാർത്ഥമായ യേശുവിനെ കണ്ടുമുട്ടി അവിടുത്തെ രാജ്യത്തിലാവുന്ന അവസ്ഥ ഇവർക്കുണ്ടാവട്ടെ. കാരണം കർത്താവേ, ഈ നിമിഷം ഞാൻ സംസാരിച്ച ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ഇറക്കി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ, ആന്തരിക പരിച്ഛേദനം നേടിയ വിശുദ്ധരായി തീരുവാൻ കൃപ നൽകൂ. കർത്താവേ, അവിടുത്തെ രാജ്യം വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധർക്ക് മാത്രമേ അവിടുത്തെ രാജ്യത്തിൽ പ്രവേശനമുള്ളൂ. അതിനാണ് വിശുദ്ധ അങ്കി മമോദീസായിൽ അണിഞ്ഞത്, ആ വെള്ളവസ്ത്രം. ഓരോരുത്തരെയും ആ വെള്ളവസ്ത്രത്തിൽ ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവർ ഇപ്പോഴായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിന്ന് ഇവർ തിരസ്കൃതരാകാതിരിക്കാൻ കൃപ കൊടുക്കണമേ. ഇന്ന് ഏറെ വിജാതിയർ യേശുവിനെ കണ്ടുമുട്ടി പരിച്ഛേദനം മേടിച്ച് വിശുദ്ധരായി ജീവിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവേ, ഇതെല്ലാം ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. ഈ മക്കൾ ആ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മാറ്റമുണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നല്ല അമ്മേ, നിന്റെ മധ്യസ്ഥയിലൂടെ ഇവരോരോരുത്തരെയും ഈശോയുടെ നിന്റെ മകന്റെ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. നല്ല ഒരാഗമനകാലം, അനുഗ്രഹത്തിന്റെ ആഗമനകാലമായി തീർക്കാൻ ഇടവരുത്തണമേ. പാവങ്ങളിൽ യേശുവിനെ കണ്ടവരെ സഹായിക്കുന്ന കാലഘട്ടം കൂടി ആയിരിക്കട്ടെ. കഥാവ് യേശുവെ പുൽക്കൂട്ടിലെ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയ ഉണ്ണീശോയെ മുത്തുന്നത് കൊള്ളാം. പക്ഷെ അതിനുപരിയായി ജീവനുള്ള സാധുക്കളായ മനുഷ്യരിൽ യേശുവിന്റെ മുഖം കണ്ട് അവരെ മുത്താൻ, അവർക്ക് നന്മ ചെയ്യുവാൻ, അവർക്ക് ഒരു കൈ കൊടുക്കുവാൻ, അവർക്ക് ഒരു പൂ കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കൊടുക്കാനുള്ള കൃപ ഇവർക്ക് നൽകുമാറാകണമേ. നിങ്ങളെ ഞാനിപ്പോൾ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു ആഗമന കാലം.